എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ 2025 ഒരു പുതുവർഷം പിറന്നിരിക്കുകയാണ്. എല്ലാവരും ഒരു നല്ല വർഷം തന്നെയായിട്ട് എല്ലാവർക്കും ഇന്ന് ആശംസിക്കുകയാണ്. നമുക്ക് വീഡിയോയിലോട്ട് വരുമ്പം നമ്മൾ ISL അപ്ഡേറ്റ്സ് ഒന്നല്ല നോക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കുറച്ച് നോക്കാൻ പോകുന്നത്. അപ്പം കഴിഞ്ഞ മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ടില്ല. വീഡിയോ ഇടാത്തതിന് കാരണം ഒന്നാമത് സമയം കിട്ടാറില്ല, ക്ലാസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെയാണ്. നമ്മൾ ഇന്ന് തൊട്ട് മാക്സിമം ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കൊള്ളുക. അപ്ഡേറ്റ്സൊക്കെ നേരെ റെഡിയാക്കി നമ്മൾ ഇടാൻ പോവുകയാണ് ഡെയിലി. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ബെൽ ബട്ടൺ ഇട്ടിട്ടുണ്ട്. എല്ലാ ISL ടീമുകളുടെ അപ്ഡേറ്റ്സ് ഇടുന്നതായിരിക്കും. ആദ്യം തന്നെ പറയട്ടെ, ഇന്നലെ സന്തോഷ് ട്രോഫി ഫൈനൽ നടന്നിരുന്നു. ഒരു ന്യൂ ഇയർ സമ്മാനം കേരളത്തിലെ ആരാധകർക്ക് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എല്ലാവരും. ബ്ലാസ്റ്റേഴ്സ് എങ്കിലും ഫോം ഔട്ടായിരിക്കുന്ന സമയത്ത് ലീഗ് മത്സരങ്ങളിലെല്ലാം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് വലിയ ഗോൾ സ്കോറിൽ വിജയിച്ചുകൊണ്ട് സെമിയും ഒക്കെ കടന്നുകൊണ്ട് പ്ലേ ഓഫും സെമിയൊക്കെ കടന്ന് ഫൈനലിലെത്തിയ കേരളം കപ്പ് ഉയർത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ പോലും ഹാഫ് ടൈമിൽ 0-0 സെക്കൻഡ് ഹാഫിലൊക്കെ എത്തിയപ്പോൾ 0-0 ആഡ് ഓൺ ടൈമിൽ 6 മിനിറ്റാണ് അനുവദിച്ചത്. ഒരു ഗോൾ വെസ്റ്റ് ബംഗാൾ അടിക്കുകയാണ്. പിന്നീട് ഒരു നല്ലൊരു ചാൻസ്, അതായത് ഒരു ലോ മൈനസ് പാസ് ഗോൾ കൈകൊണ്ട് പിടിക്കുകയും പെനാൽറ്റി ബോക്സിൽ ഒരു ഫ്രീ കിക്ക് ലഭിക്കുകയൊക്കെ ചെയ്തിരുന്നു. ജസ്റ്റിന് പോസ്റ്റിൻ്റെ അടുത്ത് കൂടി പോകുന്ന കാഴ്ച കണ്ടിരുന്നു. ഏതായാലും ഒന്നിനെതിരെ എതിരില്ലാത്ത ഒരു ഗോളിന് വെസ്റ്റ് ബംഗാൾ കേരളത്തിനെതിരെ ഇന്നലെ സന്തോഷ് ട്രോഫി ഫൈനൽ വിജയിച്ചുകൊണ്ട് അവർ നേടിയിട്ടുണ്ട്. ഏതായാലും നല്ലോണം കളിച്ചിട്ടുണ്ട്. വെൽ പ്ലേഡ് കേരള ടീം. സന്തോഷ് ട്രോഫി നല്ല രീതിയിൽ അവർ കളിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കേരള ടീമിൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും എത്രയോ മികച്ച മത്സരമായിരുന്നു ഇന്നലെ കേരളം കാഴ്ചവെച്ചത്. ഓവറോൾ ഇന്നലത്തെ കളിയായാലും സന്തോഷ് ട്രോഫി ഓവറോൾ ആയാലും. ഇനി നമുക്ക് തിരിച്ച് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് വളരെ മോശം അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയധികം നിരാശയുണ്ട്. ഓഫ് കോഴ്സ് എനിക്കുൾപ്പെടെ എല്ലാവർക്കും വളരെ നിരാശയുണ്ട്. കഴിഞ്ഞ സീസണിൽ ഈ സമയമാകുമ്പോൾ നമ്മൾ ടോപ്പിൽ നിന്ന ഒരു സീസണായിരുന്നു കഴിഞ്ഞ സീസൺ. ലാസ്റ്റ് ലുക്കുമാനോവിച്ച് സീസൺ. ആ സമയത്ത് നമ്മൾ ടോപ്പിലായിരുന്നു. പിന്നെ പരിക്കൊക്കെ പറ്റി നമ്മൾ കുറച്ച് താഴോട്ട് വന്നെങ്കിലും പ്ലേ ഓഫ് കളിച്ചു. പ്ലേ ഓഫ് നമ്മൾ പരാജയപ്പെട്ടെങ്കിലും നമ്മൾ ഈ സമയത്ത് ടോപ്പ് നിൽക്കുന്ന സമയമായിരുന്നു. ഏതായാലും ഇപ്പോഴത്തെ ഒരു പൊസിഷൻ നോക്കുകയാണെങ്കിൽ 10ാം സ്ഥാനത്താണ്. അത് വളരെ മോശം ഒരു പൊസിഷനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ബ്ലാസ്റ്റേഴ്സ് നല്ലൊരു സ്കോഡ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു സ്കോഡൊന്നുമില്ല, പറയത്തക്ക സ്കോഡൊന്നുമില്ല. ഉള്ളവരെയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് പൈസയ്ക്ക് വേണ്ടിയിട്ട് മറ്റ് ടീമുകളിലേക്ക് കൊടുത്തിരിക്കുകയാണ് ലോണിൽ. അപ്പം പലരെയും, നിഹാൽ സുധീഷ് നല്ല പ്ലെയറാണ്, അദ്ദേഹം പഞ്ചാബിൽ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ബ്രൈസ് മിറാണ്ട, സൗരവ് ബെഞ്ചിലെഴുത്തുകയാണ്. പിന്നെ ഇഷാൻ പണ്ഡിത് എവിടെ പോയെന്ന് എനിക്കറിയില്ല, ദൈവത്തിനറിയാം സത്യം പറയാം. കാരണം ഇഷാൻ പണ്ഡിറ്റ് സൈഡ് ബെഞ്ച് കാണുന്നില്ല. ഇഷാൻ പണ്ഡിറ്റായിട്ടൊരു ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കണക്ഷൻ ഇല്ലെന്ന് പോവാണ്. അദ്ദേഹം ട്രെയിനിങ്ങിന് വരുത്തുന്നുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല, കാണലില്ല സത്യം പറഞ്ഞാൽ. ഏതായാലും ഇഷാൻ പണ്ഡിതയെ പറ്റിയൊരു വിവരവും ഇല്ല, മെയിൻ ടീമിൽ നിന്ന് കാണാനില്ല. പിന്നെ എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ 2 മത്സരങ്ങളിലായിട്ട് ലൂണ തിരിച്ചു വന്നിരിക്കുകയാണ് ഫോമിലേക്ക്. അദ്ദേഹം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ പരാജയപ്പെട്ടു ജംഷഡ്പൂരിനെതിരെ എതിരില്ലാത്തൊരു ഗോളിന്. മത്സരത്തിൽ എടുത്തു പറയേണ്ടത് ലൂണയുടെ പ്രകടനം തന്നെയാണ്. നോഹ സുദൈ പഴയ കളിയിലേക്ക് എത്തുന്നില്ല. ലൂണ സെറ്റായി വന്നേരം നോഹയുടെ കളി പോയിട്ടുണ്ടെന്ന് തന്നെ പറയണം. കാരണം നോഹ ഇപ്പം ഡൗണാണ്. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ അദ്ദേഹം ഒരു ഓൺ ടാർഗറ്റ് എടുക്കാൻ പോലും മടിക്കുന്നതും അതുപോലെ തന്നെ അടിക്കുന്നതൊക്കെ പുറത്തേക്ക് പോകുന്ന കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. പുറകിൽ അദ്ദേഹം നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫിനിഷിങ്ങിൽ എന്തൊക്കെയോ അപാകതകൾ സംഭവിച്ചിട്ടുണ്ട്. ലൂഡ തിരിച്ചെത്തിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ. കഴിഞ്ഞ മുഹമ്മദ് എഫ്സിയായിട്ടുള്ള മത്സരത്തിൽ നല്ല റേറ്റിംഗ് ഒക്കെയാണ് കാണിക്കുന്നത്, 9 പോയിൻ്റ് എത്രയൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ നല്ല കഴിഞ്ഞ മത്സരത്തിലും അത് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കളി. ഏതായാലും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് താരം. അതുപോലെ തന്നെ ഗോളി സച്ചിൻ സുരേഷ്, അദ്ദേഹം നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. തിരിച്ചു വരുന്ന തന്നെ ഉണ്ടെന്നാണ് പ്രതീക്ഷിക്കാം. നല്ല രീതിയിൽ അദ്ദേഹം കളിക്കുന്നുണ്ട്. ബാക്കി എല്ലാവരുടെയും കളി ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ്. ഫസ്റ്റ് ഹാഫാണ് ജംഷഡ്പൂരിൻ്റെ കളിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം അത് ആ സമയത്ത് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവർ നേടിയ ഗോള് അടിച്ച സമയത്ത് ഓഫ് സൈഡ് വിളിച്ചിരുന്നു, ഫ്ലാഗ് പൊന്തിക്കുന്ന കാഴ്ചകളൊക്കെ കാണാം. പക്ഷേ പിന്നീട് ഓഫ് സൈഡ് അല്ല എന്നത് വിധിക്കുകയും ചെയ്തു. എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഏതായാലും ആ മത്സരം ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു. ഇനി അടുത്തത് വരുന്ന ഞായറാഴ്ച പഞ്ചാബ് എഫ് സിയുമായി ഹെവി മത്സരമാണ്. ഓണത്തിന് തുടങ്ങിയതാണ്.
അതിൻ്റെ റിവെഞ്ച് എടുക്കാനാകുമോ എന്നൊക്കെ അറിയില്ല. കാരണം ഇപ്പോഴത്തെ ടീം അനുസരിച്ച് ഒന്നും പറയാനാവില്ല. പക്ഷേ അവരുടെ 5 താരങ്ങൾ ഉണ്ടാവില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു അവസരമാണ്. ഈ അവസരം മുതലെടുക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. വീഡിയോ വേണ്ടിപ്പിയാണ്. മറ്റൊരു വീഡിയോസ് കണ്ടിട്ടാം. ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കുമാകുമോ ഇല്ലയോ എന്ന് കണ്ടു തന്നെ അറിയാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൊടുക്കുക. ഇതുപോലുള്ള അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.